പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
എന്നും ഞാൻ സകലേശാദി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായി നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സമരീതനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. അശുദ്ധമായ അതരങ്ങളുള്ളവരും
ശിശുക്ക് പറഞ്ഞു, ഇത് നിന്റെ അഗ്രഹങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളിച്ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥായിലേക്കും. എങ്കിലും വിജ്ഞാനികളെ ലഭിക്കാൻ ലോകദൃഷ്ടിയിൽ ദോഷമായവരെ ദൈവം തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവരെയും, നിലവിലുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവരെയും അവഗണിക്കപ്പെട്ടവരെയും ഇല്ലായ്മ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവരെ നമുക്ക് ജ്ഞാനവും നീതിയും വിശദീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ.
പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ജായിറോസിന്റെ വീട്ടിൽ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ ദാവീദിന്റെ പുത്രാ ഞങ്ങൾ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവരെ സമീപിച്ചു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഓ കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങൾ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവരുടെ കീർത്തി നാടെങ്ങും പരത്തി. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാചുബാധനായ ഒരു ഊമനെ ജനങ്ങൾ അവരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവർ പിശാചുകളുടെ തലവനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായവുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. വിശ്വാസത്തിന്റെ നാവിൽ പ്രാർത്ഥിക്കുക, ലഭിക്കും. ഈശ്വരശിഹായ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മതധ്യാപകരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്നലെ പൂക്കാട്ടുപടി ഭാഗത്ത് വെച്ച് റോഡ് ക്രോസ് ചെയ്തു പോകുന്ന ഒരു അന്ധനെ കണ്ടു. സന്ധ്യാസമയമാണ്. കാറിന്റെ വെട്ടത്തിൽ ദൂരെ ഒരാൾ റോഡിന് നടുക്ക് നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് ചിരിച്ചു, ഇയാൾ എന്താ റോഡിന്റെ നടുക്ക് നിൽക്കുക? അപ്പോൾ തന്നെ അദ്ദേഹത്തിന് നീണ്ട വടി പിടിച്ച് ഇങ്ങനെ തപ്പിത്തടയുന്നത് കണ്ടപ്പോൾ മനസ്സിലായി, റോഡ് മുറിച്ചു കടക്കുന്ന അന്ധനാണ് എന്ന്. ഇന്നത്തെ സുവിശേഷം 2 അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന യേശുവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. യേശുവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ചില സ്വഭാവ വിശേഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ്. അവർക്ക് കാഴ്ചയില്ല, എന്നാൽ അവർ യേശുവിനെ കണ്ടു, യേശുവിനെ അറിഞ്ഞു. യേശു ആരാണ് എന്ന വ്യക്തമായ ബോധ്യവും അവർക്കുണ്ടായിരുന്നു. ജായിറോസിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ ഉയർപ്പിച്ചവൻ ഭവനത്തിലേക്ക് പോകുകയാണ്. ആ പോകുന്ന വഴിക്കാണ് അന്ധരായ കാഴ്ചയില്ലാത്ത ഈ 2 അന്ധന്മാർ യേശുവിനെ കണ്ടത്, അല്ലെ യേശുവിനെ തിരിച്ചറിഞ്ഞത്. അവർ ഈ ദൈവം ആരാണ്, യേശു ആരാണ് എന്ന വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്ന ബോധ്യത്തിൽ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്ര ഞങ്ങളെ കനിയണമേ എന്ന്. ഇവൻ ദാവീദിന്റെ പുത്രനാണ് എന്ന വ്യക്തമായ ചിന്തയും ബോധ്യവും വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് ഇവനായിരിക്കും രക്ഷകൻ എന്ന ചിന്ത, ആ ചിന്തയിൽ നിന്നാണ് ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചപേക്ഷിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരുടെ ആത്മാർത്ഥത. അന്ധന്മാരെ സംബന്ധിച്ചിടത്തോളം തപ്പിത്തടഞ്ഞായിരിക്കും അവർ മുന്നോട്ട് പോകുക. തപ്പിത്തടയുന്നതിനിടയിൽ അവർ കരഞ്ഞപേക്ഷിക്കുകയാണ്, ദാവീദിന്റെ പുത്ര ഞങ്ങളെ കനിയണമേ എന്ന്
കരച്ചിൽ. തങ്ങൾ കരഞ്ഞപേക്ഷിച്ചു എന്നതിനർത്ഥം തന്നെ അവർ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി അവരെ വിളിച്ചപേക്ഷിച്ചു എന്നതാണ്. ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി കരഞ്ഞു വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരവരെ പരിഗണിക്കുന്നതായിട്ട് സുവിശേഷം പരാമർശിക്കുന്നില്ല. അവരവരെ പരിഗണിക്കുന്നത് സ്വഭവനത്തിൽ എത്തിയതിനു ശേഷമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ് അവർ പോകുമ്പോൾ തപ്പിത്തളഞ്ഞ് അവരെ അവർ അനുഗമിക്കുകയായിരുന്നു. അവർ എത്രത്തോളം വേഗത്തിൽ പോയോ അത്രത്തോളം വേഗത്തിൽ തന്നെ തപ്പിത്തളഞ്ഞു പോകുവാനുള്ള ആത്മാർത്ഥതയും അവരിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭവനത്തിൽ ചെന്നപ്പോൾ ചോദിക്കുകയാണ്, ഈശോയെ സംബന്ധിച്ചിടത്തോളം കാര്യം മനസ്സിലായി. ചോദിക്കുകയാണ്, എനിക്കിത് ചെയ്തു തരുവാനായി സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവരുടെ വിശ്വാസത്തിന്റെ ആഴം അവൻ അളക്കുകയായിരുന്നു. കരഞ്ഞപേക്ഷിച്ചപ്പോൾ അവൻ പരിഗണിച്ചില്ല. തപ്പിത്തളഞ്ഞ് തന്നെ അനുഗമിച്ചപ്പോൾ അവരെ പരിഗണിച്ചില്ല. വീട്ടിൽ ചോദിക്കുകയാണ്, എനിക്കിത് ചെയ്തു തരുവാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെയും ആഴത്തിന്റെ അളവ് തീരുന്നില്ല. ഈശോ പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന്. നിങ്ങൾ കാഴ്ച കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കും. അല്ല എങ്കിൽ സംഭവിക്കുന്നില്ല. അവർ വിശ്വസിച്ചിരുന്നു, അവർക്ക് കാഴ്ച ലഭിച്ചു. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് മുമ്പിലേക്ക് നാം എത്തുമ്പോൾ നമുക്ക് നിയോഗങ്ങൾ വേണം, ബോധ്യങ്ങൾ വേണം. അന്ധത ബാധിച്ച മനസ്സുമായിട്ടാണ്, അന്ധത ബാധിച്ച വിശ്വാസവുമായിട്ടാണ് നമ്മൾ എത്തിച്ചേരുന്നതെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല. ബോധ്യങ്ങളുമായിട്ട്, വിശ്വാസത്തിലുള്ള ആഴങ്ങളുമായിട്ട് എന്റെ തമ്പുരാനെ അനുഗമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ, ഞാൻ ചോദിക്കുന്നത് പോലെ ദൈവം നമുക്ക് തരും എന്ന് ദൈവം ഉറപ്പ് നൽകുകയാണ്. വീണ്ടും രണ്ടാമത്തെ അത്ഭുതം, അവിടെ ഊമനായ പിശാചുബാധിതനായ ആ വ്യക്തിയുടെ വിശ്വാസത്തെയല്ല ദൈവം കാണുക, മറിച്ച് ജനങ്ങൾ അവരുടെ അടുക്കൽ കൊണ്ടുവരികയാണ്. ആ ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു ഇവന് സംസാരശേഷി വീണ്ടും കൊടുക്കുവാനായിട്ട് ഇവന് സാധിക്കും. ആ ബോധ്യമാണ്, ആ വിശ്വാസമാണ് അവരെ ആ പിശാചുബാധിതനായ ഓമയെ എത്തിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. അവിടെ അവൻ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അവർക്ക് സംസാരശേഷി വീണ്ടും കൊടുക്കുകയാണ് ആ ഊമന്. സ്നേഹമുള്ളവർ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ എനിക്ക് വിശ്വാസം വേണം. എന്റെ വിശ്വാസത്തിന്റെ നിറവിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമെന്നും ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഭാഗത്ത് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോയുടെ കൈകളും കാലുകളുമായി അനുകമ്പയോടുകൂടി സ്നേഹത്തോടുകൂടി മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനുള്ള മനസ്സുള്ളവർ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈശോ ആവശ്യപ്പെടുന്നു. പ്രാർത്ഥിക്കുവാനായിട്ട് ആഴമായ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി നിയോഗങ്ങൾ സമർപ്പിക്കുവാനായിട്ട് ദൈവത്തിന് മുമ്പിലായിരിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
നമ്മോടൊപ്പം നമ്മുടെ യോഗ്യതകളും ആവശ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം. വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ലഭിക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടി നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ അധ്യാപകരെയും നമ്മുടെ മക്കളെയും ദൈവകാര്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തിൽ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഠാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയെ ആചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാവഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ ഈ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സദരമോർത്തിടാം പാവനമീ ബലിയിൽ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മഹോവായെയും നിലസാക്ഷികളെയും സൽക്കർമ്മികളെയും വേദി ഓർത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലോകം വേണ്ടി അത് സമർപ്പിക്കുന്ന
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. അഖില ശരാശര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും അധ്യാപകരിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങേ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും
ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി പാനം ചെയ്യും. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും അധ്യാപകർക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങേ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. നാമത്തിൽ സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവരെ വിളിച്ചപേക്ഷിക്കാം. സുഹൃത്തായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവിന്റെ പാവനം അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. വിശുദ്ധായ ശരീരത്തെ തോന്നിക്കും ജീവനാണ്.
അറിയിപ്പുകൾ. കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച 5024 രൂപ, ഹിന്ദി കുർബാന 3254 രൂപ, സെയിന്റ് ആന്റണീസ് സെയിന്റ് ജോസഫ്, സെയിന്റ് ആന്റണീസ് സെയിന്റ് തോമസ്, മദർ തെരേസ കുടുംബങ്ങളുടെ കാഴ്ചമർപ്പണം 1030 രൂപ, കാറ്റലിസം കാഴ്ചമർപ്പണം 1940 രൂപ. കുടുംബീറ്റുകൾ സെന്റ് ആൽഫോൺസ് കുടുംബീകൾക്ക് 4 മണിക്ക്, ഡാർബി സണ്ണിൽ പളശ്ശേരി വസതി വെച്ച് സെന്റ് സുഭാഷൻ കുടുംബീകളിൽ വൈകിട്ട് 5 മണിക്ക് ഷിജോ അരകുട്ടികളുടെ ഭവനത്തിൽ വെച്ച് സമ്മേളിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ കുർബാന കാഴ്ചമർപ്പണം 4ാം ക്ലാസ്സിലെ കുട്ടികളായിരിക്കും. കുട്ടികളും അവരുടെ മാതാപിതാക്കളും ടീച്ചറുമായിരിക്കും. നാളെ 4ാം ക്ലാസ്. അടുത്ത ഞായറാഴ്ച 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ PTA മീറ്റിംഗ് രാവിലെ 9 മണിക്ക് ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം മതാധ്യാപകരുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ലോഗോസ് ബൈബിൾ ക്വിസ് രജിസ്റ്റർ ചെയ്യുവാനുള്ളവർ രജിസ്റ്റർ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. യൂണിറ്റ് ഭാരവാഹികളുടെ പക്കൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും നൽകുക. 20 രൂപയായിരിക്കും രജിസ്ട്രേഷൻ ഫീ. നമുക്ക് പ്രാർത്ഥിക്കാം. കടകളുടെ മോചനത്തിനായ കാരുണ്യപോലെ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായെ സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ താരം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായി നീക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, പ്രിയ സുതനായി രക്ഷിച്ചു. റൂഹാതൻ വരമേകുകയാൽ ത്രിത്വസ്തുതികൾ പാടിമുള്ള ദിവ്യരഹസ്യം ഘോഷിക്കും. നമ്മിൽ മാനവ സ്നേഹിതനാ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. പരിപാവനമീ ത്യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. ജീവനിലും തിരുസ്നേഹമായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പരിശുദ്ധ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഭോത്സാമേ, സകല